ഹലോ. അപ്പോൾ നമുക്കിന്ന് ഒരുമിച്ചൊരു പൊതിച്ചോറ് കിട്ടിയാലോ? അപ്പോൾ പൊതിച്ചോറെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള ഓർമ്മകളായിരിക്കുമല്ലേ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവുക. അപ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ അതുപോലത്തെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ. സ്കൂളിൻ്റെ അവധിയാവാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ പണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാലാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ ദൂര സ്ഥലത്തേക്ക്, അതായത് ദൂരെയുള്ള അമ്പലങ്ങളിലേക്കൊക്കെ യാത്ര പോവുക. അതും ട്രെയിനിൽ കേട്ടോ. പണ്ട് ട്രെയിനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം പോലെയല്ലേ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ആ പോണ യാത്രയിൽ എന്തായാലും ഒരു പൊതിച്ചോറുണ്ടാവും. കാരണം നമ്മൾ വെളുപ്പിനെ പോണതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും വെച്ചിട്ടുള്ളതില്ലേ, ഒരു ചെറിയ രീതിയിലുള്ള പൊതിച്ചോറുണ്ടാവും. അതായത് കുറച്ച് ചോറിൽ ഉപ്പിട്ട മോര് ഉടച്ചിട്ട്, ചിലപ്പോൾ കാന്താരി മുളക് ഉപ്പിലിട്ടതുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നെല്ലിക്കയായിരിക്കും ഉപ്പിലിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പോൾ ഒരു ഇത്തിരി അച്ചാർ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ അടക്കി ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഉച്ച നേരമാകാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ. കാരണം ആ പൊതിച്ചോറോട് തുറന്നു കഴിഞ്ഞാൽ മൂക്കിലൂടെ വരുന്ന ഒരു സ്മെല്ലുണ്ട്. ഓ, അത്ര പോലും സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ പൊതിച്ചോറിൻ്റെ ടേസ്റ്റൊന്നും ഇന്നുള്ള ഒരു പൊതിച്ചോറിനും എനിക്ക് കഴിച്ചിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. അയ്യോ, കഥ പറഞ്ഞ് നമ്മുടെ വീഡിയോ പോയിട്ടാ. അപ്പോൾ ഈ പൊതിച്ചോറിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചോറും, പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില ഉപ്പേരിയും, പിന്നെ ചുട്ടരച്ച ചമ്മന്തിയും, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കീറിയിട്ട് കുറച്ച് ഉപ്പ് നിറച്ചിട്ട് വറുത്തതും, പിന്നെ 2 മാന്തൾ വറുത്തതും, അതുപോലെ തന്നെ മുട്ട ഓംലേറ്റുമാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേ, അച്ചാറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ പൊതിച്ചോറ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.